ഹൗസിംഗ് ആൻഡ് ക്രൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വാഗമണിലാണ്. വാഗമണിൽ ഹോളിഡേ ഹോംസ് റിസോർട്ടിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് ഇതായി കാണുന്നതാണ് നമ്മുടെ ഹോളിഡേ ഹോംസ്. ഇത് നമ്മുടെ വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ ഹോളിഡേ ഹോംസ് റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെയാണേ. വാഗമണിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിസോർട്ട് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അതുപോലെ അറിയാൻ ഒരുപാട് നല്ല ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പക്ഷേ മൂന്നാറിനെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ അത്രയും തിരക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് റിസോർട്ട്സ് അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഈ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഫാമിലീസൊക്കെ വരുവാണെങ്കിൽ ഫാമിലീസും പിള്ളേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരുപാട് കോട്ടേജസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ എന്താ പറയുക, വലിയ റേറ്റും ഇല്ലാത്തൊരു കോട്ടേജാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഇട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഊഞ്ഞാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഹോളിഡേ ഹോംസിൽ 10 കോട്ടേജസ് ആണ് ഉള്ളത്. 10 കോട്ടേജസിൽ ഈ കാണുന്നുണ്ടോ, ഈ കാണുന്നത് 2 ഫാമിലീസൊക്കെ വരുവാണെങ്കിൽ താമസിക്കാൻ പറ്റിയ കോട്ടേജാണ്. 2 ബെഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ സൈഡിലേക്ക് നോക്കി, അതാണ് നമ്മുടെ എ ടൈപ്പ് കോട്ടേജ്. അത് 3 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ആ ടൈപ്പ് 3 എ ടൈപ്പ് കോട്ടേജ് ഉള്ളത്. അതിൻ്റെ എല്ലാം ബാൽക്കണി വ്യൂസ് ആണ് കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുവാണെങ്കിൽ കാണുന്നത് നിറയെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ കുന്നുകളും, എന്താ പറയുക, അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ നമുക്ക് വൈകുന്നേരം സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ മീനിനെ വളർത്തുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിയില്ല. മീനിനെ വളർത്തുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് 2 സിംഗിൾ ഫാമിലിക്ക്, അതായത് ഒരു അപ്പനമ്മ 2 മക്കൾ അങ്ങനെ വരുവാണെങ്കിൽ താമസിക്കാൻ പറ്റിയ സിംഗിൾ കോട്ടേജസ് ആണ് കേട്ടോ. ഇതൊരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇതുപോലെ തന്നെ സിംഗിൾ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു കോട്ടേജ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 10 കോട്ടേജസ് ആണ് ഇവിടെ ഈ ഹോളിഡേ ഹോമിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എ ടൈപ്പ് കോട്ടേജ് എന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ എ ടൈപ്പ് കോട്ടേജ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. ഇത് എന്താ പറയുക, പനമ്പാണ് കേട്ടോ. പനമ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ, ഈ കോട്ടേജിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുണ്ടോ, കൂണിന്റെ ഷേപ്പിൽ ഒരു മരത്തിന്റെ ബ്രാഞ്ചസ് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. അതിന്റെ ചുറ്റിലായിട്ട് ഇരിക്കാൻ പറ്റിയത് വുഡിന്റെ മോഡലില്, തടിയുടെ മോഡലിലാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ എ ടൈപ്പ് മോഡൽ കോട്ടേജ് 3 എണ്ണം ഉണ്ട്. 3ഉം ഒരേ സൈഡിൽ തന്നെ നിൽക്കണം കേട്ടോ. നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. ഇത് അതിൽ ഉള്ളിലായിട്ടാണെങ്കിൽ നമുക്ക് പാരൻസിനും 2 കുട്ടികൾക്കും താമസിക്കാൻ പറ്റിയ രീതിയിൽ 2 ബെഡ് ഉണ്ട്. ഒരെണ്ണം താഴെയായിട്ട്, പിന്നെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോകുമ്പോൾ ഒരു ബെഡും ഒരു റൂം, അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താ പറയുന്നത്, പനമ്പ് കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഫാമിലീസൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. ഇവിടെ ഈ കോട്ടേജിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇത് കണ്ടോ, പാറ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലിതേ ഒരു തവള ഫ്രോഗ് ഉണ്ട്. പിന്നെ അതെ അതിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ആളിരിപ്പുണ്ടേ, റാബിറ്റ്. അതെ, റാബിറ്റ് ഉണ്ട്. ഓ, ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിലായിട്ട് ഇതുണ്ടോ, അവരുടെ കുറെ പണിയായുധങ്ങളൊക്കെ എനിക്ക് കിടക്കുന്ന ഒരു ഗുഹ പോലെയാണ് കേട്ടോ ഇത്. ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ താഴെയാണ് കേട്ടോ. നമ്മുടെ കോട്ടേജിന്റെ താഴത്തായിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ കാണിച്ച ഫ്രണ്ടിലത്തെ വ്യൂ ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മൾ താമസിക്കുന്ന കോട്ടേജിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. അത് നോക്കിയേ, അതിന്റെ എ ടൈപ്പ് കോട്ടേജിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചാ. ഇതാ നമ്മുടെ ഇതിന്റെ ഉൾവശം. ബെഡ്. പിന്നെ നമുക്ക് മേളത്തെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിലൂടെ കയറി മേളിലെത്താം. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് ഫുൾ സൈഡിൽ ഫുൾ ഗ്ലാസ് ആണ്. കട്ടനിട്ടേക്കുമാണ്. ഉണ്ടോ, കട്ട മാറ്റി നമ്മൾ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് അതിൻ്റെ ബാൽക്കണിയാണ്. ഉണ്ടോ, ഒരു ടീപ്പോയും ചൂരലിൻ്റെ കസേര, പിന്നെ 2 പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ 2 ചെയറുണ്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ, ഈ ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ
രക്ഷയില്ല കേട്ടോ. താമരയിലേക്ക് ഇങ്ങോട്ട് ആ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിറയെ തേയിലത്തോട്ടങ്ങൾ. അതിന് തൊട്ട് പുറകിലായിട്ട് വലിയൊരു മല കാണാം. പിന്നെ സൈഡിലൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാം. താഴത്താണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ താഴത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ താഴെ നോക്കിക്കേ, ഇതാ ഒരു മീൻ വളർത്തുന്ന ചെറിയ കുളങ്ങളുണ്ട് കേട്ടോ. താഴെ കാണുന്ന മീൻ വളർത്തുന്ന കുളമാണ്. അതുപോലെ തന്നെ സൈഡിലും അതുപോലെ തന്നെ വേറെ കുളമുണ്ട്. മീനാണ് അതിൽ നിറച്ച്. അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി റിസോർട്ട്, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഈ സൈഡിൽ നോക്കിയാൽ ഇവിടെ ഈ സൈഡിൽ ഗ്ലാസ് ആണേ, ഇത് കണ്ടോ ഗ്ലാസ് ആണ്. പക്ഷെ ഈ സൈഡ് കണ്ടോ, അതാ ഡോറൊക്കെ ആണെങ്കിലും ഇതല്ല, ഡോർ ഇങ്ങനെ പനമ്പ് വെച്ചുള്ള ഡോറാണേ. പക്ഷേ പനമ്പാണെങ്കിലും നല്ലൊരു എന്താ പറയുന്ന ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു റൂമാണ്. നമുക്കൊരു നല്ല പോസിറ്റീവ് ഒരു മൈൻഡ് കിട്ടുന്ന ഒരു റൂമാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വെരി ഗുഡ്, അതേ പറയാൻ പറ്റുള്ളൂ. ടോയ്ലറ്റ് ഞാൻ കാണിച്ചില്ലല്ലോ, അതാ സൈഡിലായിട്ട് ടോയ്ലറ്റ്. നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ്, ഗീസർ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള നമ്മുടെ എന്താ പറയുക ആംബിയൻസ്, അതായത് നമ്മുടെ ബാൽക്കണി വ്യൂ കിടുവാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നമുക്കിപ്പോൾ മോർണിംഗിലൊരു 5:30-6 മണിക്കൊക്കെ എണീറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നിറയെ മിസ്റ്റായിട്ട് ഈ തേയിലത്തോട്ടങ്ങളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല മിസ്റ്റായിരിക്കും. കുറേ പേരമരം ഞാൻ മേളിൽ നിന്ന് കാണിച്ചില്ലേ, കുറേ പേരമരം ഉണ്ട് കേട്ടോ. പേരമരത്തിൽ നിറയെ പേരക്കായുണ്ടേ. ഞാൻ എന്തായാലും ഒന്ന് പേരക്ക കിട്ടുമോ നോക്കട്ടെ. പേര സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അയ്യോ, കയറുന്നത് ഇച്ചിരി റിസ്ക് ആണ്. എന്തായാലും ഞാൻ ആ പേരൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മേ, ഇതുണ്ട് ഈ കാണുന്നത് മീനിനെ വളർത്തുന്ന സ്ഥലമാണ്. ഇതിൽ മീനുണ്ട് കേട്ടോ. നമ്മൾ മേളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു മീനുണ്ട്. ഇതിൽ മീനുണ്ട്. ഇവിടെ ഒരു പേരൊക്കെ എടുക്കണ്ടേ, പഴുത്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇതിന്റെ പേരൊക്കെ കിട്ടി കേട്ടോ. പക്ഷെ ഇതിന്റെ മേളിലായിട്ട് പേരൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ അത് പറിക്കാനൊരു നിവൃത്തിയില്ല. പേരമരത്തിന് നിറയെ പേരൊക്കെ പഴുത്തിടക്കുവാണേ. ഇവിടെ വെറുതെ വീണ് പോണേ കേട്ടോ. അത് ആരും എടുക്കുന്നില്ല സംഭവം. ഇത് കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ട് നല്ല പഴുത്തത് എടുത്ത് കിടക്കുന്നത്. നല്ല പഴുത്ത പേരൊക്കെയാണ് കേട്ടോ. നിറയെ കിടപ്പുണ്ട് ഇവിടെ. ഞങ്ങൾ പേരക്കൊക്കെ പറിച്ചത് താഴത്തോട്ട് പോവാണ്. അവിടെ നിറയെ പേരമരം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ കിട്ടി. സാധാരണ നമ്മൾ എന്താ പറയുക, നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല പറഞ്ഞാൽ കടലിൽ വെറുതെ പഴുപ്പിച്ച് തരുന്ന മധുരമില്ലാത്ത പേരക്കയല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് ആ പേരമരത്തെ പറിച്ച് നല്ല പഴുത്ത് കിടക്കുകയാണ്. ഇനി ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവരെനിക്ക് അങ്ങനെ പറിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം പേരൊക്കെ നിറച്ച് പഴുത്ത് താഴെ വീണ് അമ്മി കിടക്കുന്നതാണ്. ഞങ്ങൾ എന്തായാലും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വീഡിയോ എല്ലാം അവസാനിക്കുകയാണ്. എന്താ പറയുന്നത്, നമുക്ക് ഫാമിലീസായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇടാം. 10 കോട്ടേജാണ് നമുക്കിവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് 3 A ടൈപ്പ് കോട്ടേജും, അതുകൂടാതെ 2 ഫാമിലീസ് താമസിക്കാൻ പറ്റിയ 2 കോട്ടേജ്, അതുപോലെ തന്നെ സിംഗിൾ ഫാമിലീസിൻ്റെ കോട്ടേജ്, അങ്ങനെയുള്ളത്. ഇപ്പോൾ A ടൈപ്പ് കോട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, താഴെ ഒരു ബെഡ്, അതിൻ്റെ മേളിലായിട്ട് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ മേളിലൊരു ചെറിയൊരു ബെഡ്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ ഡബിൾ ഫാമിലീസ് അതായത് 2 ഫാമിലീസിനാണെന്നുണ്ടെങ്കിൽ ഒരു റൂം അതിൻ്റെ മേളിലായിട്ട് അടുത്ത ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ സിംഗിൾ ഫാമിലിയുടെ കോട്ടേജ് ആണെങ്കിൽ ഒരു ബെഡും അതുപോലെ തന്നെ കുട്ടികൾക്ക് കിടക്കാൻ പറ്റിയ വേറെ ബെഡ്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു സാധാരണ റേറ്റ്, ഒരു ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് സാധാരണ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. ഒന്നും പറയാനില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഫ്രണ്ട്ലി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്താ പറയുക ഊഞ്ഞാലുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിപ്പോൾ രാവിലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റൂമിൽ കൊണ്ട് തരും. അപ്പോൾ രാവിലെ നിന്ന് അപ്പവും മുട്ടക്കറിയുമായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്, അത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. എന്താ പറയുക, എല്ലാം കൂടെ നല്ലൊരു റിസോർട്ടാണ്. അത് വാഗമണ്ണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോരുമ്പോഴാണ് ഈ റിസോർട്ട് ഉള്ളത്. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ കണ്ടതിൽ വെച്ച് എനിക്ക് ഒരുവിധം നല്ല റിസോർട്ടാണ് കേട്ടോ. ഇപ്പോൾ റേറ്റ് ആണെങ്കിലും എന്താണ് പറയുന്നത്, നമ്മുടെ റൂമിൻ്റെ ഒരു ക്ലീനിറ്റി നോക്കിയിട്ടാണെങ്കിലും എല്ലാം കൂടെ നല്ല റിസോർട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.